അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. സേവ് വെസ്റ്റേൺ ഗാർഡ്സ് പീപ്പിൾ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ മൂവാറ്റുപുഴയിൽ സംഘടിപ്പിക്കുന്ന കർഷക മഹാപഞ്ചായത്തിന് തുടക്കമായി. റിട്ടയർഡ് ഹൈക്കോടതി ജസ്റ്റിസ് ബി കമാൽ പാഷ ഉദ്ഘാടനം ചെയ്തു. സേവ് വെസ്റ്റേൺ ഗാർഡ്സ് പീപ്പിൾ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ പ്രവർത്തിക്കുന്ന 111 കർഷക ബഹുജന സംഘടനകളുടെ പങ്കാളിത്തത്തോടെ മൂവാറ്റുപുഴയിൽ സംഘടിപ്പിക്കുന്ന കർഷക മഹാപഞ്ചായത്തിന് തുടക്കമായി. ശനി, ഞായർ ദിവസങ്ങളിലായി മൂവാറ്റുപുഴ നെസ്റ്റൽ സംഘടിപ്പിച്ചിരിക്കുന്ന കർഷക മഹാപഞ്ചായത്തിന്റെ ഉദ്ഘാടനം റിട്ടയർഡ് ഹൈക്കോടതി ജസ്റ്റിസ് ബി കമാൽ പാഷ നിർവഹിച്ചു. രേഖപ്പെടുത്താൻ പോകുന്ന ഈ കർഷക മഹാപഞ്ചായത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മമാണ് ഇവിടെ. ഇനി ഇവിടെ ഒഴിവാക്കപ്പെട്ടവരെ കുറിച്ച് ഇവിടെ സംസാരിച്ചു. ഒഴിവാക്കപ്പെടുന്നവരാരാണ് കേരളത്തിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യമായിട്ട് ഞാൻ പറയുന്നത് ഒന്ന് അതായത് നമ്മുടെ ആദിവാസി സമൂഹം. അവരാണ് ഏറ്റവും നമ്പർ 1 ആയിട്ട് ഒഴിവാക്കപ്പെടുന്ന സമൂഹം എന്ന് പറയുന്ന അവരാണ്. രണ്ടാമത് ഞാൻ പറയുന്നത്, എല്ലാവരും പറയുന്നല്ലെന്ന്, നമ്മുടെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്ന നമ്മുടെ സഹോദരങ്ങളാണ് ഒഴിവാക്കപ്പെടുന്ന രണ്ടാമത്തെ വിഭാഗം. ഇതോടൊപ്പം കിടപിടിക്കുന്നതാണ് നമ്മുടെ മൂന്നാമത്തെ വിഭാഗം, അത് യഥാർത്ഥത്തിൽ കർഷക സമൂഹം. ഒരു സംശയമില്ലാത്ത കാര്യമാണ്. ഈ ഒരുപാട് പ്രശ്നങ്ങളാണ് ഈ കർഷകർ നേരിടുന്നത്. മറ്റവരുടെ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ വന്യജീവി അത് മനുഷ്യനും വന്യജീവികളുമായിട്ടുള്ള കോൺഫ്ലിക്റ്റ്, ആ സംഘർഷത്തിൽ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് ആദിവാസി സഹോദരങ്ങളാണ്. അപ്പൊ എത്ര പേരെ ആന ഒട്ടിക്കൊല്ലുന്നുണ്ട്. അത് ഈ അടുത്ത കാലം മുതലുള്ള ഒരു യഥാർത്ഥ ഒരു സംഭവമല്ലേ നമ്മളത് കാണുന്നത്. പണ്ടിങ്ങനെ ഒരു കാര്യം സംഭവിക്കാറുണ്ട്. അതിന്റെ കാരണം എന്താണെന്നറിയോ? ഈ മനുഷ്യരിടയിലുള്ള ഭിന്നത പോലെ തന്നെ വന്യജീവികളും വന്യമൃഗങ്ങളും ആദിവാസി സഹോദരങ്ങളും തമ്മിലുള്ള ആ വ്യത്യാസം വന്നു തുടങ്ങി. അത് മൃഗങ്ങൾ തിരിച്ചറിയുന്നുള്ളതാണ്, അതാണ് പ്രശ്നം. അത് വന്നു തുടങ്ങി. അതിന്റെ കാരണം എന്താണെന്നുള്ളതിനെ കുറിച്ച് പിന്നെ നമ്മൾ ചിന്തിച്ചാലേ പറ്റും. SWGPF ചെയർമാൻ ജെയിംസ് വടക്കൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കോഴിക്കോട് വിഫാം ഫാർമേഴ്സ് ഫൗണ്ടേഷൻ ബോണി ജേക്കബ്, മൂവാറ്റുപുഴ അത്രൈത മഹാപീഠ ആചാര്യൻ സ്വാമി ഗുരുശ്രീ, കോവിൽമല രാജാവ് രാമൻ രാജമന്നൻ, മലങ്കര യാക്കോബായ സുറിയാനി സഭ കോതമംഗലം മേഖല ഏലിയാസ് മാർ യൂലോസ് മെത്രാപ്പൊലിത്ത, അഡ്വക്കേറ്റ് ജോണി കെ ജോർജ്, സണ്ണി പൈഗട തുടങ്ങിയവർ പ്രസംഗിച്ചു. കേരളത്തെ പൊതുവായി ബാധിക്കുന്ന 9 വിഷയങ്ങൾ ആസ്പദമാക്കിയുള്ള ക്ലാസുകളും ചർച്ചകളുമാണ് 2 ദിവസങ്ങളിലായി കർഷക മഹാപഞ്ചായത്തിൽ നടക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. ഇളങ്ങവം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ഭദ്രകാളി പ്രതിഷ്ഠ മെയ് 14 രാവിലെ 9-നും 10-നും മധ്യേ.